ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്വപ്നം കണ്ട് നടന്നിട്ടുള്ള ഒരാളാണ്. അതിനുവേണ്ടി ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു ബ്രാൻഡാണ് വണ്ടർ വെബ് ക്രിയേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്നിപ്പോൾ കാണുന്ന പോലെ 2 വർഷം മുമ്പാണ് ഞാനൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തത്. ChatGPT ജെമിനിലൊക്കെ നോക്കി എല്ലാ നോളജും കിട്ടുക എന്നുള്ള സംഭവമൊന്നും ഞാൻ തുടങ്ങിയ സമയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്ന് പഠിച്ചു പോയതാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടായ കുറേ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അതുകൊണ്ട് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ക്രിയേറ്റീവ് ഫീൽഡിനോടായിരുന്നു എനിക്ക് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ക്രിയേറ്റീവ് മേഖലയിൽ വർക്ക് ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു വണ്ടർ വെബ് ക്രിയേറ്റീവ്സ് എന്നുള്ളൊരു ബ്രാൻഡ് ഓപ്പൺ ചെയ്തത്. ഇതിൻ്റെ അണ്ടറിൽ ഞങ്ങൾ അഡ്വർടൈസിംഗ് പരമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട്. ക്രിയേറ്റീവ് മേഖലയിലാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഈ ഒരു അഡ്വർടൈസിംഗ് മേഖലയിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് കൂടി നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ പറയാം. എങ്ങനെയാണ് നമ്മളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു രൂപം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാം. ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട കാര്യം, നമ്മളൊരു ബിസിനസ് ആണല്ലോ ബ്രാൻഡാക്കി മാറ്റുന്നത്. അപ്പോൾ എന്ത് ടൈപ്പ് ബിസിനസ്സാണ് നമ്മൾ ചെയ്യുക എന്നുള്ളൊരു ക്ലിയർ കട്ട് ഐഡിയ നമുക്ക് എപ്പോഴും വേണം. എന്ത് ടൈപ്പ് ബിസിനസ്സാണ് നമ്മൾ ചെയ്യുക, അത് ഒട്ടുമിക്ക ആളുകൾക്കും അതൊരു ഈസി പരിപാടി ആയിരിക്കും. കാരണം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു ടാലൻറ്റോ അല്ലെങ്കിൽ ഒരു സ്കില്ലൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ഡെവലപ്പ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അതിലൊരു ബിസിനസ് ചെയ്യാം എന്നായിരിക്കും പ്ലാൻ ഉണ്ടായിരിക്കാം. അതല്ലാത്ത കുറേ ആളുകൾക്ക് കയ്യിൽ ഒരുപാട് ഫണ്ട് ഉണ്ടാവും, പക്ഷെ അവർ എന്തെങ്കിലും ഒരു ഐഡിയ വർക്കൗട്ട് ചെയ്യണം, എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുക. അവർ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ തേടും. പക്ഷെ എങ്ങനെയൊക്കെ ഓപ്ഷൻസ് തേടിയാലും ഇപ്പം ചുറ്റുമുള്ള ആളുകൾക്ക് കുറേ ഓപ്ഷൻസുകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ഇതിൽ ഏത് ചൂസ് ചെയ്യണം, എനിക്ക് ഏതിനോടാണ് താല്പര്യം, ഞാൻ എന്തിൽ വർക്ക് ചെയ്താലാണ് റിസൾട്ട് ഉണ്ടാവുക, എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ എന്തിനോടാണോ ടാലൻ്റ് ഉള്ളത് അതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ ഇല്ല, ചുറ്റുമുള്ള ആളുകളൊക്കെ നിങ്ങൾക്ക് ഓരോരോ ഓപ്ഷൻസ് തരുന്നുണ്ട്. പക്ഷെ എത്ര ഓപ്ഷൻ കിട്ടിയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കാം, കോൺഫിഡൻ്റ് ഉള്ള ഒരു തോട്ട് ഉണ്ടായിരിക്കാം, ഒരു ടാലൻ്റ് ഉണ്ടായിരിക്കാം. ആ ടാലൻറ്റിൽ മാത്രമേ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ, അതിൽ മാത്രമേ നിങ്ങൾ ട്രൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഈ ഒരു പാഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഇതൊരു പാഷനാണ്, ബിസിനസ് ഒരു പാഷനാണ്. അപ്പോൾ ഈ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹത്തിൻ്റെ മുകളിൽ ചെയ്യുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ ആഗ്രഹത്തിൻ്റെ മുകളിൽ ചെയ്യുമ്പോൾ ഇപ്പം എനിക്ക് ഇതിനോട് നല്ല താല്പര്യമുണ്ട്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം എന്ന് പറയും. കുറച്ച് സമയം കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ട്രഗിൾ ലൈഫിലൂടെ കടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിനോടൊരു ചടപ്പ് വരും. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു പേഴ്സണൽ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു വിഷമം പിടിച്ച സംഭവങ്ങളോ സിറ്റുവേഷൻസ് ഒക്കെ കടന്നു പോകുമ്പോൾ ഫിനാൻഷ്യലൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആദ്യം മാറ്റിവെക്കുന്നത് ഈ ഒരു ബിസിനസ് ആയിരിക്കും. നമ്മുടെ ഉള്ളിലെ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടായാലും, നമ്മുടെ ലൈഫിൽ ഏത് ടൈപ്പ് സിറ്റുവേഷൻ ഉണ്ടായാലും, ഫിനാൻഷ്യലിയുള്ള ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, അസുഖങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ പേഴ്സണൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, ഒരു വിഷമം പിടിച്ച ഘട്ടങ്ങളിലൂടെ പോകുന്ന സാഹചര്യം ആയിക്കോട്ടെ, സമയമില്ലാത്ത സാഹചര്യം ആയിക്കോട്ടെ, ഏതൊരു സാഹചര്യത്തിലും നമ്മൾ എന്താ പറയുക, നമ്മൾ എന്തൊക്കെ സിറ്റുവേഷനിലൂടെ പോയാലും നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാൻ വില്ലിങ് ആണ്, ഞാനത് ചെയ്യും, ഞാനത് ചെയ്യാൻ ഓക്കെ ആണെന്ന് തോന്നുന്നൊരു പരിപാടി ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ പാഷൻ എന്ന് പറയുന്നത്. അപ്പം അത് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് എന്ത് ടാലൻ്റ് ആണോ, നിങ്ങൾ മടിയില്ലാതെ നിങ്ങൾക്ക് മടുക്കാതെ ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് നിങ്ങളുടെ ബിസിനസ് ആക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു ബിസിനസ് ചെയ്യാൻ നമ്മൾക്ക് എന്ത് വേണ്ട, ഒരു ബ്രാൻഡോ കാര്യങ്ങളൊന്നും വേണ്ട. ബിസിനസ് നടക്കാൻ കയ്യിൽ ഒരു സാധനം വിറ്റ് പൈസ ആക്കാൻ ബ്രാൻഡ് വേണ്ട. നിങ്ങൾക്ക് സെയിൽ ചെയ്താൽ കയ്യിൽ ക്യാഷ് വരും. പക്ഷേ ഇത് കുറച്ച് കൂടുതൽ ലൈഫ് കിട്ടണമെങ്കിൽ, അതുപോലെ തന്നെ ഇത് ആളുകളുടെ ഇടയിലേക്ക് ഇത് കടന്നു ചെല്ലണമെങ്കിൽ, ആളുകൾ ഇന്ന് ഓർത്തിരിക്കുന്നൊരു പരിപാടിയായി മാറണമെങ്കിൽ, നമുക്ക് റിപ്പീറ്റ് കസ്റ്റമേഴ്സിനെ വേണമെങ്കിൽ ഇതിനൊരു ബ്രാൻഡ് ആക്കണം. അപ്പോൾ ബ്രാൻഡ് ആക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബ്രാൻഡ് നെയിമാണ്, ഒരു പേരാണ് വേണ്ടത്. ഈ ഒരു പേര് എന്തായാലും നമുക്ക് ഇഷ്ടമുള്ള പേരുകളാണ് നമ്മൾ ഇടുക. അതിന് നല്ലൊരു അർത്ഥം നമ്മൾ നോക്കും, അതുപോലെ തന്നെ ഒരു യുണീക്ക് നെയിം നമ്മൾ നോക്കും. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളിടുന്ന പേര് നമ്മളെ നോക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാണുന്ന അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് ഓർത്തു വയ്ക്കാൻ കഴിയുന്ന പേരുകളായിരിക്കണം. അവർക്ക് ഒരിക്കലും ആ ഒരു പേര് ഒരു 1-2 പ്രാവശ്യം കണ്ടാലും മനസ്സിൽ കയറിക്കൂടാത്ത അല്ലെങ്കിൽ വായിക്കാൻ പറ്റാത്ത പേരുകളൊന്നും
നമ്മുടെ ബ്രാൻഡിന് കൊടുക്കാതിരിക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഏറ്റവും യൂണീക്ക് ആയിട്ടുള്ള നോർമൽ കസ്റ്റമേഴ്സ് മുതൽ പ്രീമിയം കസ്റ്റമേഴ്സ് വരെ എല്ലാ ആളുകൾക്കും ഒരേ ടോണിൽ വായിക്കാനും പറയാനും ഒക്കെ പറ്റുന്ന, ഓർത്തെടുക്കാനൊക്കെ പറ്റുന്ന പേരുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പേര് എന്ത് പേര് വേണം എന്നുള്ളതാണ് നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു സംഭവം. പേര് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ചെയ്യേണ്ട അടുത്തൊരു കാര്യം, ഈ ഒരു പേരിന് നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന നല്ലൊരു സ്റ്റോറിയുള്ള ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ലോഗോയിൽ നിങ്ങൾ വന്ന വഴിയും നിങ്ങളുടെ ബിസിനസ്സും നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്റ്റോറി ഉണ്ടാക്കും. ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടായിരിക്കും. ആ ഒരു സ്റ്റോറി ആ ലോഗോയിൽ വേണം. അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസെപ്റ്റ് എന്താണോ ആ ഒരു കോൺസെപ്റ്റ് ആ ഒരു ലോഗോയിൽ വേണം. നിങ്ങളൊരു പേരിട്ടതുകൊണ്ട്, ഒരു ബിസിനസ്സിന് ഒരു പേരിട്ടതുകൊണ്ട് ഒരിക്കലും ബ്രാൻഡ് ആവില്ല. ബ്രാൻഡ് ആകണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ പിന്നിൽ കുറച്ചുകൂടി വർക്ക് ചെയ്യണം. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ അതിനെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യണം. ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്കൊരു അടുത്ത വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ ഞാൻ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. വണ്ടർ ഓർബ് ക്രിയേറ്റീവ്സ് എന്നുള്ളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ ക്രിയേറ്റ് ചെയ്തതിൻ്റെ കൂടെ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു പോയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി ഈ കാര്യങ്ങൾ അറിയാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻസിലൂടെയൊക്കെ നിങ്ങൾ പോയി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ ബ്രാൻഡും അത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. എനിവേ, എല്ലാവർക്കും താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.